ഡിവൈഎഫ്ഐയുടെ പൊതിച്ചോർ വിതരണത്തെ അധിക്ഷേപിച്ച് ജി സുധാകരൻ. പൊതിച്ചോർ വിതരണത്തിന് ഒരു സംഘടനകൾക്കും അനുമതി നൽകരുതെന്നായിരുന്നു പൊതുപരിപാടിയിൽ സംസാരിക്കെ സുധാകരന്റെ പ്രതികരണം. അതേസമയം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നതിന് മുൻപ് സുധാകരന് ഈ നിലപാടായിരുന്നില്ലെന്ന് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ തെളിയിക്കുന്നു. ഗവൺമെന്റിലെല്ലാം ഓരോ രാഷ്ട്രീയ പാർട്ടികൾ ഷെഡും വെച്ച് കൊടികെട്ടിയിരിക്കുക. മെഡിക്കൽ ഗവൺമെന്റിന് അന്നദാനം കൊടുക്കുകയാണ്. പിന്നെ ഗവൺമെൻറ് ജോലി എന്താ? ഞങ്ങൾ ചോറ് കൊടുക്കുക, ഞങ്ങൾ കഞ്ഞി കൊടുക്കുക, എന്നിട്ട് അവിടെ കൊടിയെ കുത്തുക. ഇതെല്ലാം നീക്കം ചെയ്യാം. ഒരു പാർട്ടി അവിടെ കയറ്റിക്കൂടാ. പാർട്ടിയിൽപ്പെട്ട മനുഷ്യർ വരാം, അവിടെ പാർട്ടികളിലേക്ക് വരരുത്. സംഘടനകൾ അവിടെ യാതൊരു ഭക്ഷണവും കൊടുക്കേണ്ട കാര്യമില്ല. ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്തമാണ്. ഗവൺമെൻറ് മെഡിക്കൽ കോളേജാണ്. അതൊന്നും ഇനി ഉണ്ടാവരുത് ഞങ്ങൾ പറഞ്ഞിട്ട് പോകുന്നു. സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളിൽ ഡിവൈഎഫ്ഐ നടത്തുന്ന സൗജന്യ ഉച്ചഭക്ഷണ വിതരണത്തിനെതിരെയാണ് ജി സുധാകരൻ രംഗത്ത് വന്നിരിക്കുന്നത്. ഇതോടെ ജി സുധാകരനെതിരെ പ്രതിഷേധം ശക്തമായി ഉയരുകയാണ്. സോഷ്യൽ മീഡിയയിലടക്കം സുധാകരൻ നേരത്തെ നടത്തിയ പ്രസ്താവനകൾ ചൂണ്ടിക്കാട്ടിയാണ് പ്രതിഷേധം പൊതുസമൂഹം ഉയർത്തുന്നത്. കേരളത്തിൽ പ്രതിദിനം 40,000-ത്തിലധികം ഭക്ഷണപ്പൊതികളാണ് ഡിവൈഎഫ്ഐ സർക്കാർ ആശുപത്രികളിൽ മാത്രം വിതരണം ചെയ്യുന്നത്. പാവപ്പെട്ടവരുടെ അന്നം മുടക്കിയാകരുത് ജി സുധാകരനെന്ന് ഡിവൈഎഫ്ഐ ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ജെയിംസ് സാമുവൽ പറഞ്ഞു. ഇവിടെ ഡിവൈഎഫ്ഐ ഒരു ദിവസക്കാലം 2500 പേർക്കാണ് ഭക്ഷണപ്പൊതി കൊടുക്കുന്നത്. അതിൽ എല്ലാ മനുഷ്യരും ഉണ്ട്, രാഷ്ട്രീയത്തിന് അതീതമായ എല്ലാ മനുഷ്യരും ഉണ്ട്. ഈ പരിപാടി തുടങ്ങിയപ്പോൾ മുതൽ ഇന്ന് വരെ മുടക്കം വന്നിട്ടില്ല. ഇന്നലെ കണ്ടിട്ടില്ലാത്ത മനുഷ്യർ, നാളെ കാണുമോ എന്നറിയാത്ത മനുഷ്യർ, ആർക്കോ വേണ്ടി മനുഷ്യരുടെ വിശപ്പകറ്റാൻ കഴിയുന്ന ഒരു വലിയ മാതൃകയാണ്. അതൊരു മനുഷ്യ സ്നേഹത്തിൻ്റെ മുഖമാണ് ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നത്. ഇന്നലെ വരെ നമ്മൾ വന്ന വഴിത്തരയൊന്നും മറക്കാൻ പാടില്ല. നമുക്കെന്തോ ആയി കഴിയുമ്പം വിശപ്പകറ്റുന്നവരുടെ നിലപാടുകൾ, അല്ലെ വിശന്നിരിക്കുന്നവരുടെ വിശപ്പ് കാണാതെ പോകുന്നത് ശരിയായ രീതിയല്ല. അത് എന്തായാലും ഞങ്ങൾ തുടരാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. മുടക്കം വരാൻ കഴിയില്ല. എന്തെങ്കിലും വിരോധമുണ്ടെന്ന് പറഞ്ഞൊരു മനുഷ്യന് പുണ്യപ്രവൃത്തി ചെയ്യുമ്പോൾ അത് തടയാൻ നിൽക്കുന്നത് മനുഷ്യത്വമല്ല. അത്രയേ ഉള്ളൂ പറയാനുള്ളത്. ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ മാത്രം രോഗികളും കൂട്ടിരിപ്പുകാരുമടക്കം 2500-ലധികം പാവങ്ങളാണ് ഡിവൈഎഫ്ഐയുടെ ഉച്ചഭക്ഷണം പ്രതീക്ഷിച്ച് ആശുപത്രി വരാന്തകളിൽ ഇരിക്കുന്നത്. അതെന്താ പാവങ്ങൾ കൊടുക്കുന്നത്? പട്ടിണിക്കാർ കിടക്കുന്ന രാജ്യം ഇത്. അവർക്ക് കൊടുക്കണ്ടേ മോനെ ആഹാരം, അതിന് പുണ്യം കിട്ടും. ഈ നാട്ടിൽ എല്ലാവർക്കും നല്ല ഇതാണ് എന്ന് പറഞ്ഞാൽ ആരോഗ്യം ഇല്ലാത്തവർക്കും ഹോസ്പിറ്റലിൽ കിടക്കുന്നവർക്കും കൊണ്ടുവന്ന് കൊടുക്കുന്ന ആഹാരമാണ് എന്ന് പറഞ്ഞാൽ പല വീട്ടിൽ ചെന്ന് കളക്ട് ചെയ്ത് കൊണ്ടുവന്ന് കൊടുക്കുന്ന ആഹാരമാണ്. ഞാനും കഴിക്കുന്ന ആഹാരമാണ് ഇത്. നമ്മുടെ വീട്ടിൽ തരുന്നേക്കാട്ടിൽ അടിപൊളിയായിട്ടുള്ള ആഹാരമാണ് നമുക്ക് കിട്ടുന്നത്. ഇടതുപക്ഷത്തോടൊപ്പം നിന്ന് പെട്ടെന്ന് വലതുപക്ഷത്തേക്ക് മാറിയപ്പോൾ സുധാകരന്റെ മൂല്യങ്ങൾ നഷ്ടപ്പെട്ടോ എന്നാണ് ഇപ്പോൾ ജനങ്ങൾ ചോദിക്കുന്നത്. മീഡിയ പബ്ലിസിറ്റിക്ക് വേണ്ടി ജി സുധാകരൻ നടത്തുന്ന ഇത്തരം പൊള്ളത്തരങ്ങൾ പൊതുസമൂഹം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. സുധാകരന്റെ ഈ പ്രസ്താവനയ്ക്കെതിരെ ശക്തമായ പ്രതിഷേധമാണ് സാധാരണക്കാരായ ജനങ്ങൾക്കിടയിൽ നിന്നും ഉയർന്നു വരുന്നത്. ഷാജഹാൻ, കൈരളി ന്യൂസ്, ആലപ്പുഴ.